നമ്മുടെ തലസ്ഥാന നഗരത്തിൽ വെച്ച് ഈ മാസം 25 മുതൽ 28 വരെ ഇന്ത്യ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇവന്റിന് നമ്മൾ സാക്ഷ്യം വഹിക്കുകയാണ്. നമ്മളൊരു രാജ്യവ്യാപകമായിട്ടുള്ള ഇടപെടൽ നടത്തിക്കൊണ്ട് ഡിജിറ്റൽ റീസർച്ചുമായി ബന്ധപ്പെട്ട ഒരു നാഷണൽ കോൺക്ലേവ് കേരളത്തിൽ വെച്ച് സംഘടിപ്പിക്കും എന്ന് കഴിഞ്ഞ ബഡ്ജറ്റിലൂടെ നമ്മൾ പ്രഖ്യാപിച്ചതായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ആ നാഷണൽ കോൺക്ലേവിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ നടത്തി 25 മുതൽ 28 വരെ നാഷണൽ കോൺക്ലേവ് തിരുവനന്തപുരത്ത് വെച്ച് സംഘടിപ്പിക്കും. 25-ന് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ വെച്ച് അതിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നിർവഹിക്കും. 26, 27 തീയതികളിലായി ഉദയസമുദ്രയിൽ വെച്ച് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള റീസർവിംഗും റവന്യൂവുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ എത്തിച്ചേരുന്ന കോൺക്ലേവ് ആയിരിക്കും നടക്കുക. ഇതിനകം തന്നെ അരുണാചൽ പ്രദേശ്, ഛത്തീസ്ഗഡ്, തമിഴ്നാട്, ഹരിയാന, ആന്ധ്രാപ്രദേശ്, ഡൽഹി, ഹിമാചൽ പ്രദേശ്, ഗോവ, കർണാടക, മധ്യപ്രദേശ്, പുതുച്ചേരി, മണിപ്പൂർ, രാജസ്ഥാൻ, മഹാരാഷ്ട്ര, അസം, ജാർഖണ്ഡ്, നാഗാലാൻഡ്, സിക്കിം, തെലുങ്കാന, ത്രിപുര, ഉത്തരാഖണ്ഡ്, പശ്ചിമ ബംഗാൾ, ചണ്ഡീഗഡ്, ദാദ്ര ഹവേലി, ദാമൻ ആൻഡ് ദിയു, ലഡാക്ക്, ഇങ്ങനെ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉൾപ്പെടെ 26 സംസ്ഥാനങ്ങളാണ് ഇപ്പോൾ നമ്മുടെ കോൺക്ലേവിനോട് പോസിറ്റീവായിട്ട് പ്രതികരിച്ചിട്ടുള്ളത്. അതിൽ തന്നെ 18 സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിച്ചേരാൻ പോകുന്ന സീനിയർ IAS ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെയുള്ള വിവരം ഇതിനകം നമുക്ക് ലഭ്യമായി കഴിഞ്ഞു. ഇങ്ങനെ ഒരു നാഷണൽ കോൺക്ലേവ് നമ്മൾ നടത്താനുണ്ടായിട്ടുള്ള സാഹചര്യം വളരെ പ്രസക്തമാണ്. കേരളത്തിൽ 1967-ലാണ് റീസർവേയുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത്. റീസർവേയുടെ ഭാഗമായി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ ചങ്ങല വലിച്ച് ലിങ്ക്സ് അടയാളപ്പെടുത്തി വളരെ ശ്രമകരവും പ്രയാസകരവുമായിട്ടുള്ള വഴികളിലൂടെയാണ് 1967 മുതൽ കേരളം അതിന്റെ സർവേ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോയത്. എന്നാൽ 1995 ആയപ്പോ നമുക്ക് ഇലക്ട്രോണിക് ടോട്ടൽ രജിസ്ട്രേഷൻ ഉപയോഗിക്കാം എന്ന സ്ഥിതി വന്നു. ഇലക്ട്രോണിക് ടോട്ടൽ രജിസ്ട്രേഷന്റെ 1995 മുതൽ 2021 വരെയുള്ള 16 വർഷക്കാലം നമ്മൾ എത്തിപ്പെടാൻ ശ്രമിച്ചത് 116 വില്ലേജുകളിലാണ്. എല്ലായിടത്തും എത്തിപ്പെട്ടില്ല. 92,000 ഹെക്ടർ ഭൂമി ആ 16 വർഷക്കാലം കൊണ്ട് ഇലക്ട്രോണിക് ആയി നമ്മൾ അളക്കുകയും ചെയ്തു. രണ്ടാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം സമ്പൂർണമായിട്ട് കേരളത്തിലെ ഭൂമിയെ ഡിജിറ്റലൈസ് ചെയ്യണമെന്നൊരാശയം മുന്നോട്ട് വെച്ച് RKയുടെ ഇൻ പ്രിൻസിപ്പൽ അനുവാദം വാങ്ങി നമ്മൾ ആരംഭിച്ചിട്ടുള്ള ഡിജിറ്റൽ റീസർവേ 639 വില്ലേജുകളിലേക്ക് ഇപ്പോൾ കടന്നു.